ഈശോന്റെ കുഞ്ഞുമക്കളെ സുഖമാണോ എല്ലാവർക്കും? ഒരു കാര്യം ചെയ്യാം, നമുക്കിന്ന് കൈകൾ കൂപ്പി ഒരു പ്രാർത്ഥനയോടെ ഒരു ദൈവവചനം നമുക്ക് ഏറ്റു പറഞ്ഞുകൊണ്ട് നമുക്ക് ക്ലാസ്സിലേക്ക് പ്രവേശിക്കാം. കൈകൾ കൂപ്പി കണ്ണുകളടച്ച് എല്ലാവരും കണ്ണുകളടച്ചുകൊണ്ട് നമുക്ക് ഈ ഒരു വചനഭാഗം പഠിക്കാം കേട്ടോ. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 46 മുതൽ 49 വരെയുള്ള തിരുവചനങ്ങൾ. വചനം പറയുമ്പോൾ ഏറ്റു പറയണം കേട്ടോ. എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു എന്ന് പറഞ്ഞ എല്ലാവരും, എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. ഉറക്കെ പറഞ്ഞേ, എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തു തന്നിരിക്കുന്നു. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. ഇനി കണ്ണുകളൊക്കെ ഒന്ന് തുറന്നോ. ഈ വചനഭാഗം നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. നമ്മൾ കാണാപ്പാഠം പഠിക്കേണ്ടതാണ് കേട്ടോ. എക്സാമിന് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് എന്നൊക്കെ ആയിട്ട് ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പം അതുകൊണ്ട് നിങ്ങൾ കുറേ പ്രാവശ്യം ഉരുവിട്ട് പഠിക്കുമ്പോൾ പഠിക്കും. ഇനി നോക്കിയേ, മിസ് കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾക്കൊരു മാതാവിനെ സുന്ദരിയാക്കാൻ തന്നില്ലേ? കളറൊക്കെ ചെയ്ത് സുന്ദരികളാക്കിയോ എല്ലാവരും? സുന്ദരികളൊക്കെ ആക്കിയിട്ടുണ്ടല്ലേ. ഇനി നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് നമ്മുടെ ജപമാലയെ കുറച്ചും കൂടി ആഴപ്പെട്ട് അല്ലേ, രഹസ്യകളയിലൂടെ ഒന്ന് കടന്നൊക്കെ പോയി നമുക്ക് നോക്കാം. ഒരു ജപമാല, നിങ്ങളുടെ കയ്യിൽ ജപമാല ഉണ്ടെങ്കിൽ ഒന്ന് അടുത്തെന്തിങ്ങനെ ഒന്ന് പിടിച്ചോ എല്ലാവരും. എല്ലാവരുടെയും വീട്ടിൽ ജപമാലയുണ്ടല്ലോ. ഈ ജപമാലയിൽ എത്ര മുത്തുകളുണ്ടെന്ന് അറിയാവോ നിങ്ങൾക്ക്? എത്ര മുത്തുകളുണ്ട്? എത്രയാണ്? ഇപ്പം ആരും എണ്ണാൻ നിൽക്കുമ്പോഴേക്കും മിസ്സിൻ്റെ ക്ലാസ് കഴിയും. ഇപ്പം ആരും എണ്ണണ്ട, അറിയാൻ പാടില്ലാത്തൊരു ക്ലാസ് കഴിയുമ്പോൾ ഒന്ന് പതുക്കെ എണ്ണി നോക്കട്ടോ. എത്ര ഈ ജപമാലയിൽ എത്ര മുത്തുകളുണ്ടെന്ന്. നമുക്കൊരു പാട്ടില്ലേ, 53 മണി ജപമാല. ഇപ്പം എത്ര മുത്തുകളാണ് ഒരു ജപമാലയിൽ? 53 മണി ജപമാല. ഇനി നമുക്ക് ജപമാല ചൊല്ലുന്നത് വഴി നമുക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഏകദേശം ഒരു 10 അനുഗ്രഹങ്ങളാണ് മിസ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അത് നിങ്ങളൊന്ന് മനസ്സിലാക്കുക. എന്നിട്ട് നമുക്ക് ജപമാല ചെല്ലാൻ തുടങ്ങിയാൽ നമുക്ക് എന്തൊക്കെ അനുഗ്രഹങ്ങൾ ലഭിക്കുമെന്നുള്ള ഒരു ബോധ്യം കുഞ്ഞുങ്ങൾക്കുണ്ടാവും. നമുക്ക് നോക്കാം അങ്ങനെയാണെന്ന്. നോക്കേ, 1-ാമത്തെ അനുഗ്രഹം എന്താണ് ഇവിടെ പറയുന്നത്? മാതാവിൻ്റെ സംരക്ഷണം ഉണ്ടാവും. നമ്മൾ എവിടെ പോയാലോ, ഇവിടെ നിന്ന് പുറത്തു പോയാലോ, ദൂരെ ജോലിക്ക് പോയാലോ, നമ്മൾ പഠിക്കാനിരിക്കുമ്പോഴോ, നമ്മൾ ഉറങ്ങുമ്പോഴോ എപ്പോഴും നമ്മൾ ജപമാല ചൊല്ലിക്കൊണ്ട് പ്രാർത്ഥിക്കുന്ന കുഞ്ഞുങ്ങളാണെങ്കിൽ മാതാവിൻ്റെ സംരക്ഷണം, നമ്മുടെ അപ്പനും അമ്മയും കൂടെ ഇല്ലെങ്കിൽ പോലും മാതാവ് നമ്മളെ സംരക്ഷിക്കും. അതാണ് 1-ാമത്തേതിൽ പറയണത്. മാതാവിൻ്റെ സംരക്ഷണം നമ്മളോടൊപ്പം എപ്പോഴും ഉണ്ടാകും. ഇനി നോക്കിയേ, 2-ാമത് എന്താ പറയുന്നത്? അനുഗ്രഹം പകർന്നു നൽകുന്നു. അതായത് നമ്മൾക്ക് വേണ്ട സമയങ്ങളിൽ എന്തനുഗ്രഹമാണോ നമുക്ക് വേണ്ടത്, നമ്മുടെ കുടുംബജീവിതത്തിൽ നമ്മുടെ അപ്പച്ചനാണെങ്കിലും അമ്മച്ചിക്കാണെങ്കിലും നമ്മുടെ സഹോദരങ്ങൾക്കാണെങ്കിലും ആർക്കാണെങ്കിലും അനുഗ്രഹം വേണ്ടത് എവിടെയാണോ ആ സമയത്ത് തന്നെ മാതാവ് നമുക്ക് അനുഗ്രഹം നൽകുമെന്നാണ് പറഞ്ഞത്. ഇനി 3-ാമത്തെ എന്താണ്? തെറ്റായ വിശ്വാസങ്ങൾ മാറ്റിത്തരുന്നു. എന്താണ് അതിൽ നിന്ന് മനസ്സിലാക്കുന്നത്? അതായത് മിസ് ആദ്യം ഒരു വീഡിയോയിൽ മിസ് പറഞ്ഞു തന്നായിരുന്നു. എന്താണ്, ചിലവർ മാതാവിനെ വിശ്വസിക്കാത്തവരുണ്ട്, ക്രിസ്തുവിൽ വിശ്വസിക്കാത്തവരുണ്ട്, വേറെ സഭയിലുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. ചിലവർ നമ്മുടെ വീട്ടിലൊക്കെ വന്നിട്ട് മാതാവില്ലല്ലോ, പിന്നെ എന്തിനാണ് മാതാവിൻ്റെ രൂപം, അങ്ങനെ ഓരോരോ പ്രാർത്ഥനകളില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് നമുക്കൊക്കെ തെറ്റായ കുറേ കാര്യങ്ങൾ പറഞ്ഞു തരും. അപ്പോഴാണ് നമ്മൾ ജപമാല ചൊല്ലുന്നവരാണെങ്കിൽ ആ ബോധ്യങ്ങളെല്ലാം തെറ്റാണെന്നും നമ്മളെ വിശ്വാസത്തിലേക്ക്, നമ്മുടെ ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് നയിക്കുകയും ചെയ്യുന്നത് ആരാണ്? മാതാവാണ്. ആ തക്ക സമയത്ത് മാതാവ് നമുക്ക് ബോധ്യം പകർന്നു നൽകും. അതാണ് അതിലേക്കൂടെ പറയുന്നത്. തെറ്റായ വിശ്വാസങ്ങൾ എന്തെങ്കിലും നമ്മുടെ മനസ്സിൽ വന്ന് കയറിയാലോ അതെല്ലാം മാതാവ് മാറ്റിത്തരും. ഇനി അടുത്തത് എന്താണ്? സ്വർഗീയ കാര്യങ്ങൾ അന്വേഷിക്കുന്നു. നമ്മൾ രാവിലെ എഴുന്നേറ്റാൽ അപ്പാപ്പന്മാരും അമ്മമ്മമാരും എന്താണ് ഇപ്പം നോക്കുന്നത്? കൊറോണ, എത്ര പേർക്ക് കൊറോണയുണ്ട്? അല്ലെങ്കിൽ വൈകിട്ട് 6 മണിക്ക് വാർത്ത വെക്കുമ്പോൾ ഇന്ന് എത്ര പേർക്കുണ്ട്, നമ്മുടെ നാട്ടിൽ എത്ര പേർക്കുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ജില്ലയിൽ എത്രയുണ്ട്, എത്ര പേര് രോഗവിമുക്തിയായി, അങ്ങനെയൊക്കെ നോക്കുമല്ലേ ന്യൂസിലൂടെ. അപ്പോൾ എല്ലാവരും ഭൗതികമായ കാര്യങ്ങളിലാണ് മുഴുകിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളാണെങ്കിലും ഏറ്റവും നല്ല സൂപ്പർ വാച്ച്, അല്ലെങ്കിൽ ഇപ്പം ഇറങ്ങുന്ന വണ്ടികൾ അല്ലേ, കാർ, ജീപ്പ്, ബൈക്ക്, അതെല്ലാം നോക്കി അതിന് പുറകെ അങ്ങോട്ട് പോകും അല്ലേ. ഇനി അപ്പോൾ എന്താണ്? സ്വർഗീയ കാര്യങ്ങൾ അന്വേഷിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വർഗീയമായ കാര്യങ്ങളാണ് നമ്മുടെ വിശ്വാസ പ്രഖ്യാപനങ്ങളും പ്രാർത്ഥനകളും ബൈബിൾ വായനയും എല്ലാം. ഈശോയിലേക്ക് അടുക്കാവുന്ന എല്ലാ മാർഗങ്ങളും തുറന്നു നൽകും. എന്തിലൂടെ? ജപമാല ചൊല്ലുന്നതിലൂടെ. ഇനി നോക്കിയേ, 5-ാമത്തെ കാര്യം എന്താണ്? നല്ല മരണം ലഭിക്കുന്നു. ആരാണ് നല്ല മരണം ആഗ്രഹിക്കാത്തത്? ഇല്ലേ? പെട്ടെന്ന് നിൽക്കുമ്പോൾ തന്നെ അങ്ങോട്ട് മരിച്ചു പോവുക, അറ്റാക്ക് വരിക, അതൊക്കെ നമുക്ക് ഊഹിക്കാനേ പറ്റില്ലല്ലോ. ഒരു അസുഖവും ഇല്ല, പെട്ടെന്ന് ഒരു ദിവസം രാവിലെ എഴുന്നേൽക്കുമ്പോൾ മരിച്ചു കിടക്കുന്നു.
അല്ലെങ്കിൽ വണ്ടി ഇടിച്ച് മരിച്ചു, അല്ലെങ്കിൽ പെടുമരണം, അങ്ങനെയൊക്കെ നമ്മൾ പറയും. പക്ഷേ നമ്മുടെ ജപമാല ചൊല്ലുന്നത് വഴി നല്ല മരണമാണ് മാതാവ് നമുക്ക് നൽകുന്നത്. ഇനി നോക്കിയേ, അടുത്തത് 6ാമത്തെ കാര്യം എന്താണ്? പാപ സാഹചര്യങ്ങളിൽ നിന്നും രക്ഷിക്കുന്നു. ഇപ്പം നമ്മൾ വളർന്നു വലുതാവുമ്പോൾ നമ്മൾ ഒറ്റയ്ക്ക് പല സ്ഥലങ്ങളിലും പോകും. ചിലപ്പോൾ ഹോസ്റ്റലിൽ, മിസ് നിങ്ങളെ പേടിപ്പിക്കാൻ പറയുകയല്ല കേട്ടോ, കൂട്ടുകെട്ടുകളൊക്കെ ഉണ്ടാകുമ്പോൾ പല പല സാഹചര്യങ്ങളിൽ, പാപ സാഹചര്യങ്ങളിൽ നമ്മൾ വന്ന് വീഴാൻ ചാൻസ് ഉണ്ട്. വീഴണേലല്ല മിസ് പ്രാർത്ഥിക്കുന്നത്, വീഴാതിരിക്കട്ടെ. എന്നാൽ നമുക്കറിയാം, കൂടുമ്പോഴും അങ്ങനെ പല സാഹചര്യങ്ങൾക്ക് ഉണ്ടാകുമ്പോഴും അതിൽ നിന്നെല്ലാം നമ്മളെ പതുക്കെ ഇങ്ങനെ പൊക്കിയെടുക്കും മാതാവ്. പക്ഷേ എന്ത് ചെയ്യണം? നമ്മൾ ജപമാല ചൊല്ലണം. എല്ലാ ദിവസവും മുടങ്ങാതെ ജപമാല ചൊല്ലുന്നവർക്ക് കിട്ടുന്ന അനുഗ്രഹമാണ് കേട്ടോ ഇത്. അപ്പോൾ എന്താണ്? പാപ സാഹചര്യങ്ങളിൽ നിന്നും രക്ഷിക്കുന്നു, നമ്മളെ മാത്രമല്ല നമ്മുടെ കുടുംബത്തെ മുഴുവനും. ഇനി നോക്കിയേ, 7ാമത്തെ എന്താണ്? പിരിമുറുക്കം, വിഷാദം എല്ലാം മാറും. ഈ 7ാമത്തെ കാര്യം മിസ് പറയുമ്പോൾ ഓർക്കുന്നത് പിരിമുറുക്കം, വിഷാദം. എന്താണ് വിഷാദം എന്ന് പറയുന്നത്? ദുഃഖം. എന്ത് നല്ല പണക്കാരനാണ് എന്നാലും ഒരു ദുഃഖം. എന്താണ്? അല്ല, ഒന്നുമില്ല എന്നാലും ഒരു ദുഃഖം അല്ലേ? രാജാക്കന്മാർക്ക് വല്ല കാര്യമുണ്ടോ ദുഃഖിക്കാൻ? ഇല്ല. കൊട്ടാരമുണ്ട്, സേവകന്മാരുണ്ട്, എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്ന ആൾക്കാരുണ്ടെങ്കിലും സന്തോഷമില്ലെങ്കിൽ വല്ലതും ഉണ്ടാവുമോ? ഇത് മനസ്സിന് സന്തോഷം ഉണ്ടെങ്കിൽ ഒരു എന്താ പറയുക, ഒരു അതൊക്കെ ഉണ്ടാവുകയുള്ളൂ, ഒരു ആനന്ദം അല്ലേ? ജീവിതത്തിനൊരു മൂല്യത എന്നൊക്കെ പറയും, അതൊക്കെ ഉണ്ടാവുകയുള്ളൂ. എപ്പോഴും നമ്മൾ എന്ത് ചെയ്തിട്ടും നെഗറ്റീവ് ഫീലിംഗ് ആണ് നമുക്ക് വന്നെങ്കിലോ, അതിൻ്റെ കാര്യം എന്താണ്? പ്രാർത്ഥനയുടെ കുറവാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അതാണ് ഒറ്റയ്ക്ക് ജപമാല ചൊല്ലുമ്പോൾ, അതായത് വ്യക്തിപരമായ ജപമാല ചൊല്ലുമ്പോഴാണ് ഈ വിഷാദം, ദുഃഖം എന്ന അസുഖം നമുക്ക്, അസുഖമല്ല, ഒരു ഫീലിംഗ് അത് മാറിപ്പോകുന്നത്. പിരിമുറുക്കം, എന്ത് ചെയ്താലും ഒരു ടെൻഷൻ, ഒരു ഫ്രീ ഇല്ല, എന്ത് കാര്യത്തിനും ഓവർ ടെൻഷനൊക്കെയാണ്. അതെല്ലാം നമുക്ക് മാറ്റണമെങ്കിൽ എന്ത് ചെയ്യണം? വ്യക്തിപരമായ, നമ്മൾ ഒറ്റയ്ക്ക് തന്നെ വ്യക്തിപരമായ ജപമാല ചൊല്ലിയാൽ നമുക്ക് പിരിമുറുക്കം, വിഷാദം എന്നിവ മാറ്റാൻ സാധിക്കും. ഇനി നോക്കിയേ, കുടുംബ ബന്ധം വളർത്തുന്നു. എങ്ങനെയാണ് നമുക്ക് കുടുംബ ബന്ധം വളർത്തുന്നത്? നമ്മുടെ കുടുംബ പ്രാർത്ഥനയിലൂടെ. കുടുംബ പ്രാർത്ഥന നമ്മൾ എന്താ ചെല്ലുന്നത്? ഒരുമിച്ചിരുന്ന്, അപ്പനും അമ്മയും വീട്ടിൽ ആരൊക്കെയുണ്ടോ അവരെല്ലാവരും ഒരുമിച്ചിരുന്ന് കൊണ്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ? ജപമാല ചൊല്ലാം. അത് ചൊല്ലുന്നത് വഴി പപ്പയുടെ ഓഫീസ്, അമ്മ വർക്ക് ചെയ്യുന്ന സ്ഥലം, നമ്മുടെ അപ്പാപ്പനെയും അമ്മാമ്മയെയും നമ്മുടെ വിദ്യാഭ്യാസ മേഖലയെയും എല്ലാം മാതാവ് സഹായിക്കും. പക്ഷെ ഒരു കണ്ടീഷനുണ്ട്, കുടുംബ പ്രാർത്ഥനയിൽ ആരൊക്കെ വേണം? വീട്ടിൽ ആരൊക്കെയുണ്ടോ അവരെല്ലാവരും ഒരുമിച്ചിരുന്ന് വേണം ജപമാല ചെല്ലുമ്പോഴാണ് ഈ വിഷാദം, ദുഃഖം എന്ന അസുഖം നമുക്ക്, അസുഖമല്ല, ഒരു ഫീലിംഗ് അത് മാറിപ്പോകുന്നത്. പിരിമുറുക്കം, എന്ത് ചെയ്താലും ഒരു ടെൻഷൻ, ഒരു ഫ്രീ ഇല്ല, എന്ത് കാര്യത്തിനും ഓവർ ടെൻഷനൊക്കെയാണ്. അതെല്ലാം നമുക്ക് മാറ്റണമെങ്കിൽ എന്ത് ചെയ്യണം? വ്യക്തിപരമായ, നമ്മൾ ഒറ്റയ്ക്ക് തന്നെ വ്യക്തിപരമായ ജപമാല ചൊല്ലിയാൽ നമുക്ക് പിരിമുറുക്കം, വിഷാദം എന്നിവ മാറ്റാൻ സാധിക്കും. ഇനി നോക്കിയേ, കുടുംബ ബന്ധം വളർത്തുന്നു. എങ്ങനെയാണ് നമുക്ക് കുടുംബ ബന്ധം വളർത്തുന്നത്? നമ്മുടെ കുടുംബ പ്രാർത്ഥനയിലൂടെ. കുടുംബ പ്രാർത്ഥന നമ്മൾ എന്താ ചെല്ലുന്നത്? ഒരുമിച്ചിരുന്ന്, അപ്പനും അമ്മയും വീട്ടിൽ ആരൊക്കെയുണ്ടോ അവരെല്ലാവരും ഒരുമിച്ചിരുന്ന് കൊണ്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ? ജപമാല ചൊല്ലാം. അത് ചൊല്ലുന്നത് വഴി പപ്പയുടെ ഓഫീസ്, അമ്മ വർക്ക് ചെയ്യുന്ന സ്ഥലം, നമ്മുടെ അപ്പാപ്പനെയും അമ്മാമ്മയെയും നമ്മുടെ വിദ്യാഭ്യാസ മേഖലയെയും എല്ലാം മാതാവ് സഹായിക്കും. പക്ഷെ ഒരു കണ്ടീഷനുണ്ട്, കുടുംബ പ്രാർത്ഥനയിൽ ആരൊക്കെ വേണം? വീട്ടിൽ ആരൊക്കെയുണ്ടോ അവരെല്ലാവരും ഒരുമിച്ചിരുന്ന് വേണം ജപമാല ചൊല്ലാൻ. ഒരുമിച്ചിരുന്നാൽ മാത്രം മതിയോ? നമ്മൾ കണ്ണ് തുറന്ന് തുറന്ന് പ്രാർത്ഥിക്കണം കേട്ടോ കുഞ്ഞുമക്കളെ. ഇനി നോക്കിയേ, 9ാമത്തെ എന്താണ്? ആന്തരിക സൗഖ്യം വർദ്ധിക്കുന്നു. അതും ഈ പിരിമുറുക്കവും വിഷാദമൊക്കെ തമ്മിൽ ഏതാണ്ടൊക്കെ ഒരു ബന്ധമുണ്ട്. ആന്തരിക സൗഖ്യം നമുക്ക്, നിങ്ങൾക്കിപ്പോൾ അങ്ങനെ ചാൻസ് ഇല്ല, അതായത് പ്രായമുള്ളവർക്കും, അതായത് കുമ്പസാരിച്ച് നമ്മൾ പാപങ്ങൾ ഏറ്റു പറഞ്ഞാലും നമ്മുടെ മനസ്സിൽ തങ്ങിക്കിടക്കുന്ന ചിലതൊക്കെ ഉണ്ട്. കാരണം എന്താണ്? തർക്കദോഷങ്ങളും പിന്നെന്താ ക്ഷമിക്കാൻ പറ്റാത്ത അവസ്ഥകൾ, അതെല്ലാം ചിലവരെ കാണുമ്പോൾ ദേഷ്യം, അതെല്ലാം മനസ്സിലിങ്ങനെ ഒതുങ്ങിക്കൂടും. അതെല്ലാം ജപമാല ചൊല്ലുന്നത് വഴി നമുക്കതിനുള്ള അനുഗ്രഹങ്ങൾ മാതാവ് കാണിച്ചു തരും. അപ്പോൾ നമുക്കൊരു ആന്തരികമായ ഒരു സൗഖ്യം നമുക്ക് ലഭിക്കും. ഇനി നോക്കിയേ, നമുക്ക് ആശ്വാസം ലഭിക്കുന്നു. എന്ത് കാര്യത്തിനൊരു ആശ്വാസം ലഭിക്കുന്നു. അമ്മ കൂടെ ഉള്ളപ്പോൾ നമുക്ക് സന്തോഷമല്ല. എവിടെ പോയാലും നമ്മുടെ അമ്മ നമ്മുടെ കൂടെ ഉണ്ട്. നമ്മൾ അമ്മയുടെ കൈയും പിടിച്ച് നടക്കുമ്പോഴെന്താണ്? നമുക്ക് അപകടം വല്ലതും പറ്റുമോ? നമ്മൾ തട്ടി വീഴാൻ പോയാലും നമ്മുടെ അമ്മ, സ്വന്തം അമ്മ എന്ത് ചെയ്യും? കയ്യിൽ മുറുകെ പിടിക്കും. അതേപോലെ തന്നെയാണ് നമ്മുടെ മാതാവ്. നമ്മൾ ജപമാല കയറ്റങ്ങളിൽ ഏന്തി എല്ലാ ദിവസവും ജപമാല ചൊല്ലുവാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും സാഹചര്യം ഉണ്ടായി നമ്മൾ തട്ടി വീഴാൻ പോയാൽ മാതാവ് ഉടനെ തന്നെ നമ്മളെ മടിയിലിരുത്തിക്കൊണ്ട് ആശ്വസിപ്പിക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ കുഞ്ഞുമക്കളെ, നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഇന്ന് മുതൽ ജപമാല കരങ്ങളിലെടുത്ത് പിടിച്ചുകൊണ്ട് ഉറക്കെ ജപമാല ചൊല്ലണം കേട്ടോ. അപ്പോൾ കുഞ്ഞുമക്കൾ ആരുടെ മക്കളാവും? മാതാവിൻ്റെ മക്കളാവും. അപ്പോൾ എവിടെയായിരിക്കും നിങ്ങൾ കിടന്നുറങ്ങുന്നത്? മാതാവിൻ്റെ മടിയിൽ.
കുഞ്ഞുങ്ങളെ, നമുക്കിന്ന് രഹസ്യങ്ങളിലൂടെ ഒന്ന് കടന്നു പോയാലോ? എത്ര രഹസ്യങ്ങളാണ് നമുക്കുള്ളത്? 4 രഹസ്യങ്ങൾ അല്ലേ? അവ ഏതൊക്കെയാണെന്ന് പറഞ്ഞേ. സന്തോഷകരമായ ദിവ്യരഹസ്യം, ദുഃഖകരമായ ദിവ്യരഹസ്യം, മഹിമയുടെ ദിവ്യരഹസ്യം, പ്രകാശത്തിന്റെ ദിവ്യരഹസ്യം. നമ്മൾ എങ്ങനെയാ ചെല്ലുന്നത്? ഒരു ദിവസം തന്നെ എല്ലാ രഹസ്യവും കൂടി ഒരുമിച്ച് ചെല്ലുമോ നമ്മള്? ഇല്ല, ഓരോ ദിവസവും ഓരോ രഹസ്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്, അതനുസരിച്ച് ചെല്ലും അല്ലെ. തിങ്കളാഴ്ച സന്തോഷം, ചൊവ്വാഴ്ച ദുഃഖം, ബുധനാഴ്ച മഹിമ, വ്യാഴാഴ്ച പ്രകാശത്തിന്റെ ദിവ്യരഹസ്യം. അങ്ങനെ നമ്മൾ തുടർന്നുകൊണ്ട് അങ്ങോട്ട് പോകും. നമുക്ക് ഈ സമയങ്ങളിൽ ഒരു ചെറിയൊരു വീഡിയോ കണ്ടാലോ? ആ സമയങ്ങളിൽ നിങ്ങൾ വേറെ എങ്ങും പോകരുത് കേട്ടോ. TV ഓഫ് ചെയ്തും കളയരുതും. നമുക്ക് ആ രഹസ്യങ്ങളിലൂടെ ഒന്ന് കടന്നു പോകാം. നമുക്ക് ആദ്യം സന്തോഷകരമായ ദിവ്യരഹസ്യങ്ങളിലൂടെ കടന്നു പോകാം. നോക്കേ, ഈ പിക്ചറിൽ എന്താ കാണുന്നത്? ഇവിടെ മംഗളവാർത്ത. സന്തോഷകരമായ ദിവ്യരഹസ്യങ്ങളിൽ 1-ാം ദിവ്യരഹസ്യം എന്താണ്? മംഗളവാർത്ത. ഗബ്രിയേൽ മാലാഖ പരിശുദ്ധ മറിയത്തോട് വന്ന് പറയുകയാണ്. എന്താ പറയണത്? ഈശോയെ പ്രസവിക്കുന്ന മംഗളവാർത്ത പറയുന്നു. ഇനി 2-ാമത്തെ രഹസ്യത്തിൽ എന്താ പറയുന്നത്? 2-ാമത്തെ രഹസ്യത്തില് മറിയം എലിസബത്തിനെ സന്ദർശിക്കുന്നു. 2-ാമത്തെ രഹസ്യം എന്താ പറയുന്നത്? മറിയം എലിസബത്തിനെ സന്ദർശിക്കുന്നു. ഇനി 3-ാമത്തെ രഹസ്യത്തിൽ എന്താ പറഞ്ഞത്? ഈശോയുടെ ജനനം. 4-ാം ദിവ്യരഹസ്യത്തില് ഈശോയെ ദേവാലയത്തിൽ കാഴ്ച സമർപ്പിക്കുന്നു. ഈശോമിശിഹായെ ദേവാലയത്തില് കാഴ്ച സമർപ്പിക്കുന്നു. ഇനി 5-ാമത്തെ രഹസ്യം എന്താ നോക്കേ? 5-ാമത്തെ രഹസ്യത്തില് ഈശോയെ ദേവാലയത്തിൽ കണ്ടെത്തുന്നു. അതായത് 12 വയസ്സായിരിക്കുമ്പോൾ ഈശോയെ കാണാതെ പോകുമല്ലോ. ഈശോയെ കാണാതെ പോയിട്ട് 3-ാം ദിവസം ദേവാലയത്തിൽ വെച്ച് വേദശാസ്ത്രികളുമായി തർക്കിച്ചിരിക്കയിലാണ് ഈശോയെ കണ്ടെത്തിയത്. അതാണ് 5-ാമത്തെ രഹസ്യം. ഇനി നമുക്ക് ദുഃഖകരമായ ദിവ്യരഹസ്യങ്ങളിലൂടെ കടന്നു പോകാം. 1-ാമത്തെ പിക്ചറിൽ എന്താ കാണുന്നത് നിങ്ങള്? ഈശോ ഗെത്സമനിൽ രക്തം ചിന്തി പ്രാർത്ഥിക്കുന്നു. രണ്ടാമത്തെ പിക്ചർ നോക്കിയേ നിങ്ങള്. 2-ാമത്തേൽ എന്താണ്? ഈശോയെ പിലാത്തോസിന്റെ മുമ്പിൽ വെച്ച് ചമ്മട്ടികളാൽ അടിക്കപ്പെടുന്നു അല്ലെ? 2-ാമത്തെ ദിവ്യരഹസ്യത്തിൽ എന്താ പറഞ്ഞത്? നമ്മുടെ കർത്താവ് യേശു മിശിഹ പിലാത്തോസിന്റെ വീട്ടിൽ വെച്ച് ചമ്മട്ടികളാൽ അടിക്കപ്പെടുന്നു. 3-ാമത്തെ പിക്ചറിൽ നോക്കിയേ, എന്താണ് കാണുന്നത്? കർത്താവ് യേശു മിശിഹായെ യൂതന്മാർ മുൾമുടി ധരിപ്പിക്കുന്നു. കണ്ടോ നിങ്ങള്? ഇനി 4-ാമത്തെ ദിവ്യരഹസ്യം എന്താണ് നമ്മൾ ധ്യാനിക്കുന്നത്? 4-ാമത്തെ ദിവ്യരഹസ്യത്തില് ഈശോ കുരിശു ചുമക്കുന്നു. 5-ാം ദിവ്യരഹസ്യം. 5-ാം ദിവ്യരഹസ്യത്തിൽ എന്താ? നമ്മുടെ കർത്താവ് യേശു മിശിഹ ഗാഗുൽത്താമലിൽ ചെന്നപ്പോൾ വ്യാകുല സമുദ്രത്തിൽ മുഴുകിയ പരിശുദ്ധ മാതാവിന്റെ മുമ്പാകെ തിരുവസ്ത്രങ്ങൾ ഉരുണ്ടെടുക്കപ്പെട്ട് കുരിശിന്മേൽ തറയ്ക്കപ്പെടുന്നു. ഓക്കെ, അപ്പൊ നമ്മള് ഈ 5 പിക്ചറിലൂടെ നമ്മൾ കടന്നുപോയത് എന്താണ്? ദുഃഖകരമായ ദിവ്യരഹസ്യങ്ങളിലൂടെയാണ്. നമുക്കിനി മഹിമയുടെ ദിവ്യരഹസ്യങ്ങളിലൂടെ കടന്നു പോകാം. മഹിമയുടെ ദിവ്യരഹസ്യങ്ങളിലെ 1-ാം രഹസ്യം എന്താണ്? ഈശോയുടെ ഉയർപ്പ്. 2-ാം രഹസ്യം ഈശോയുടെ സ്വർഗാരോഹണം. 2-ാം രഹസ്യം എന്താണ്? ഈശോയുടെ സ്വർഗാരോഹണം. മഹിമയുടെ 3-ാം രഹസ്യം എന്താണ്? പരിശുദ്ധാത്മാവിന്റെ ആഗമനം. 3-ാമത്തെ രഹസ്യം പരിശുദ്ധാത്മാവിന്റെ ആഗമനം. 4-ാം ദിവ്യരഹസ്യം മറിയത്തിന്റെ സ്വർഗാരോപണം. 4-ാം ദിവ്യരഹസ്യം എന്താണ്? മറിയത്തിന്റെ സ്വർഗാരോപണം. 5-ാം ദിവ്യരഹസ്യം എന്താണ്? പരിശുദ്ധ മാതാവ് സ്വർഗരാജ്ഞിയായി മുടി ധരിപ്പിക്കപ്പെടുന്നു. എന്താണ് 5-ാമത്തെ രഹസ്യം? മഹിമയുടെ 5-ാമത്തെ ദിവ്യരഹസ്യങ്ങളിൽ പറയുന്നത് പരിശുദ്ധ മാതാവ് സ്വർഗരാജ്ഞിയായി മുടി ധരിപ്പിക്കപ്പെടുന്നു. അപ്പൊ നമ്മള് ഇത്രയും നേരം ഏത് രഹസ്യത്തിലൂടെയാണ് കടന്നുപോയത്? മഹിമയുടെ ദിവ്യരഹസ്യങ്ങൾ. ഇനി നമുക്ക് അല്പനേരം പ്രകാശത്തിന്റെ ദിവ്യരഹസ്യങ്ങളിലൂടെ കടന്നുപോയാലോ? ഈ ചിത്രത്തിൽ എന്താ കാണുന്നത്? ആരൊക്കെയുണ്ട് ഈ ചിത്രത്തിൽ? അറിയോ നിങ്ങൾക്ക്? ഈശോയും യോഹന്നാനും ഉണ്ടല്ലേ? അപ്പൊ 1-ാമത്തെ ദിവ്യരഹസ്യം എന്താ പ്രകാശത്തിന്റെ? ഈശോയുടെ
ജ്ഞാനസ്നാനം. ഈശോ ആരിൽ നിന്നാണ് ജ്ഞാനസ്നാനം സ്വീകരിച്ചത്? യോഹന്നാനിൽ നിന്നും, അല്ലെ? ഒന്നാമത്തെ ദിവ്യരഹസ്യം ഈശോയുടെ ജ്ഞാനസ്നാനം. രണ്ടാം ദിവ്യരഹസ്യം എന്താണ്? ഈശോ വെള്ളം വീഞ്ഞാക്കുന്നു. ഈശോയുടെ ആദ്യത്തെ അത്ഭുതമാണ്, അല്ലെ? ഈശോ എവിടെ വെച്ചാണ് വെള്ളം വീഞ്ഞാക്കിയത്? കാനായിലെ കല്യാണ വിരുന്നിൽ വെച്ച് ഈശോ വെള്ളം വീഞ്ഞാക്കി. ആരുടെ സാന്നിധ്യത്തിലാണ് വെള്ളം വീഞ്ഞാക്കിയത്? ആരാ കൂടെ ഉണ്ടായത്? ആരുടെ അഭിപ്രായ പ്രകാരമാണ് ഈശോ വെള്ളം വീഞ്ഞാക്കിയത്? മാതാവ് ചെന്ന് പറഞ്ഞു, അല്ലെ? കാനായിലെ കല്യാണത്തിന് സമയത്ത് ആ വെള്ളം വീഞ്ഞ് തീർന്നു പോകാൻ പോകുന്നു. അപ്പൊ അതുകൊണ്ട് ഈശോയെ നീ സഹായിക്കണമെന്ന് മാതാവ് എന്ന് പറഞ്ഞു. മാതാവിന്റെ ഒരമ്മയുടെ ഹിതം അറിഞ്ഞുകൊണ്ട് ഈശോ എന്ത് ചെയ്തു? അവിടെ വെള്ളം വീഞ്ഞാക്കുന്നു. ഈശോയുടെ ആദ്യത്തെ അത്ഭുതം അവിടെ പ്രവർത്തിക്കുന്നു. ഇനി മൂന്നാമത്തെ രഹസ്യം എന്താണ്? മലയിലെ പ്രസംഗം. മൂന്നാമത്തെ രഹസ്യം എന്താണ്? മലയിലെ പ്രസംഗം. ഇനി നാലാം ദിവ്യരഹസ്യം എന്താണ്? ഈശോ രൂപാന്തരപ്പെടുന്നു. നമ്മുടെ കർത്താവ് യേശു മിശിഹ താബോർ മലമുകളിൽ വെച്ച് തന്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരുടെ സാന്നിധ്യത്തില് രൂപാന്തരപ്പെട്ട് തന്റെ സ്വർഗീയ മഹത്വം അവർക്ക് വെളിപ്പെടുത്തി കൊടുക്കുന്നു. അതാണ് പ്രകാശത്തിന്റെ നാലാമത്തെ ദിവ്യരഹസ്യം. ഇനി അഞ്ചാമത്തെ ദിവ്യരഹസ്യം എന്താണ്? കർത്താവ് യേശു മിശിഹ സെഹിയോൻ ഉട്ടിശാലയിൽ വെച്ച് ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകി അവർക്ക് സ്നേഹത്തിന്റെ പുതിയ കൽപ്പന നൽകുകയും വിശുദ്ധ കുർബാന സ്ഥാപിക്കുകയും ചെയ്തു. അതാണ് പ്രകാശത്തിന്റെ ദിവ്യരഹസ്യത്തിലെ അഞ്ചാമത്തെ രഹസ്യം. അപ്പൊ നമുക്കൊരു ഷോർട്ടാക്കി നമുക്ക് ഓർത്തിരിക്കാൻ വേണ്ടി എന്തെന്ന് ഓർക്കാം? പ്രകാശത്തിന്റെ അഞ്ചാം ദിവ്യരഹസ്യത്തില് ഈശോ വിശുദ്ധ കുർബാന സ്ഥാപിക്കുന്നു. എല്ലാവരും വീഡിയോസ് കണ്ടോ? ഒന്നും കൂടി മനസ്സിലായില്ലേ? ഷോർട്ടാക്കിയാണ് മിസ് അതിൽ പറഞ്ഞേക്കണേ. രഹസ്യം മുഴുവനായിട്ട് അല്ല മിസ് പറഞ്ഞേക്കണേ. നമുക്ക് മനസ്സിലാവാൻ വേണ്ടി, കുഞ്ഞുങ്ങളായ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഒരു ചെറിയ കഥ പോലെ ഷോർട്ടാക്കിയാണ് പറഞ്ഞേക്കുന്നത്. ഇനി നോക്കിയേ, നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾക്കൊരു വർക്ക് ഉണ്ട്. ഒരു കൈറ്റിന്റെ ഒരു ചിത്രമുണ്ട്. അതിൽ നമുക്ക് മാതാവിനോട് നിങ്ങൾ എന്തെല്ലാം അനുഗ്രഹങ്ങളാണോ ചോദിക്കുന്നത് അത് ഓരോ കൈറ്റിലും ഓരോന്ന് എഴുതുക. കാര്യം മനസ്സിലായല്ലോ? ഇതേപോലെ ഒരു കാര്യം നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെ അനുഗ്രഹം വേണം ആ അനുഗ്രഹങ്ങൾ ഓരോ കൈറ്റിലും എഴുതുക. എന്നിട്ട് എന്ത് ചെയ്യണം? ഓരോ ജപമാല ചെല്ലുമ്പോഴും ഓരോ നിയോഗം വെച്ച് നിങ്ങൾ പ്രാർത്ഥിക്കുകയും വേണം. ഇനി നോക്കിയേ, നിങ്ങൾ ആ ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ ഇതാണ് മിസ് പറഞ്ഞ കൈറ്റ്. പേജ് നമ്പർ 44 44ലാണ് കൈറ്റ് ഉള്ളത്. കണ്ടല്ലോ? എത്ര കൈറ്റ്സ് ഉണ്ട് ഇവിടെ? 1 2 3 4 5 ഉണ്ട്. നിങ്ങൾക്ക് ഒരു 5 കാര്യം, ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒരു 5 കാര്യം നിങ്ങൾക്ക് ഈ കൈറ്റിൽ എഴുതാം. എന്നിട്ട് എന്ത് ചെയ്യണം? ഓരോ രഹസ്യം ചെല്ലുമ്പോഴും ഞങ്ങളുടെ ആഗ്രഹങ്ങൾ സാധിച്ചു തരണമെന്ന് മാതാവിനോട് പ്രാർത്ഥിക്കാം. ഇനി നോക്കിയേ, പേജ് നമ്പർ 45 ഇവിടെ ഒരു ചേരും പടി ചേർക്കുക എന്ന് എഴുതിയിട്ടുണ്ട്. കണ്ടോ? അതിൽ ആദ്യത്തെ എന്താണ്? ഇതാ നിന്റെ അമ്മ. ഇതാ നിന്റെ അമ്മക്ക് എന്താണ് മാച്ച് ആയിട്ടുള്ളത്? കൊന്തയാണോ? വിശ്വാസ സത്യമാണോ? ഇതാ നിന്റെ മകനാണോ? അല്ലെങ്കിൽ വത്സല ശിഷ്യനാണോ? ഒന്ന് പറഞ്ഞു നോക്കിയേ. ഇതാ നിന്റെ അമ്മ എന്നാരോടാ പറഞ്ഞത്? യോഹന്നാനോട്. അപ്പൊ എന്താ മറുപടി കൊടുത്തത്? ഇതാ നിന്റെ മകൻ. അപ്പൊ ഏതാണ് ഇതാ നിന്റെ അമ്മയ്ക്ക് മാച്ച് ആയിട്ടുള്ളത്? എന്താണ്? ഇതാ നിന്റെ മകൻ. നിങ്ങൾ പെൻസിൽ ഉപയോഗിച്ച് മാച്ച് ചെയ്യുക. രണ്ടാമത്തെ എന്താണ്? യോഹന്നാൻ. യോഹന്നാന്റെ ഇതിലെന്താണ്? വത്സല ശിഷ്യനാണ്, അല്ലെ? യേശുവിന്റെ ശിഷ്യനാണ് യോഹന്നാൻ. അപ്പൊ യോഹന്നാന്റെ നേരെ നിങ്ങൾ വത്സല ശിഷ്യൻ മാർക്ക് ചെയ്യണം. നോക്കിയ ജപമാലയുടെ മറ്റൊരു പേര് എന്താ മിസ് പറഞ്ഞേ? കൊന്ത. അപ്പൊ ജപമാലയുടെ നേരെ കൊന്ത മാർക്ക് ചെയ്യുക. ഇനി മാതാവിന്റെ സ്വർഗാരോപണം. അതെപ്പോഴും തെറ്റിപ്പോകരുത് കേട്ടോ. ഹായ് അല്ല, സ്വർഗാരോപണമാണ്. ഓക്കെ, മാതാവിന്റെ സ്വർഗാരോപണം അതെന്താണ്? ഒരു വിശ്വാസ സത്യമാണ്. ഇനി നമുക്കൊന്ന് എഴുന്നേറ്റ് നിൽക്കാം. പിള്ളേരാണെന്ന് എഴുന്നേറ്റ് നിന്നേ, കൈകൾ കൂപ്പി കണ്ണുകൾ അടച്ച് നമ്മുടെ ഈ ലെസൺ ഇന്ന് വൈൻഡപ്പ് ചെയ്യുകയാണ്. ഈ ലെസൺ 3ാം ക്ലാസ്സിലെ 7ാമത്തെ ലെസൺ ഇന്ന് തീരുകയാണ്. നമ്മൾ എന്താണ് ഇന്ന് പഠിച്ചത്? ഏറ്റവും കൂടുതൽ ആരെ പറ്റിയാണ് പഠിച്ചത് ഈ ലെസണില്? മാതാവിനെ പറ്റി, അല്ലേ? മാതാവ് നമുക്ക് തരുന്ന അനുഗ്രഹങ്ങളെ പറ്റിയും കൊന്ത ചെല്ലുന്നത് വഴി നമ്മുടെ കുടുംബങ്ങൾക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങളെ പറ്റിയും പിന്നെ എന്താ പഠിച്ചത് നമ്മൾ? ഏറ്റവും കൂടുതൽ സാത്താൻ ഓടിപ്പോകുന്ന ഏത് പ്രാർത്ഥനയാണ്? ജപമാല. അതിനെ പറ്റിയെല്ലാം പഠിച്ചു, രഹസ്യങ്ങളിലൂടെ എല്ലാം പഠിച്ചു. ഒരു കാര്യം കുഞ്ഞുമക്കൾ ഓർക്കുക, നമ്മളെല്ലാ ദിവസവും കുടുംബ പ്രാർത്ഥനയിൽ പങ്കുകൊള്ളുക. എനിക്കറിയാം കുഞ്ഞുങ്ങളെല്ലാവരും നല്ല മക്കളാണ്. ഇന്ന് മുതൽ നിങ്ങൾ ചൊല്ലാത്തവരുണ്ടെങ്കിൽ ഇന്ന് മുതൽ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യണം. ഓക്കെ, നമുക്ക് കൈകളൊക്കെ കൂപ്പി
കണ്ണുകളടച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. മാതാവേ, ഞങ്ങൾ ഓരോ നിമിഷവും കാത്തുപരിപാലിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. അമ്മയുടെ പൊൻകരങ്ങളിലാണല്ലോ ഞങ്ങൾ. കുഞ്ഞുമക്കളായ ഞങ്ങളെ അമ്മയുടെ നീല കാപ്പയ്ക്കുള്ളിൽ പൊതിഞ്ഞ് സംരക്ഷിക്കുന്നുവെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. മാതാവേ, ഒരിക്കലും ഞങ്ങളെ കൈവിടരുത് എന്ന് പ്രാർത്ഥിക്കുകയാണ്. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞവളെ, മേരി നിന്നാമം വാഴ്ത്തിപ്പാടുന്നു. പരിശുദ്ധ കന്യാ മാതാവേ, പാപികൾ ഞങ്ങൾക്കായി നിത്യം നിൻ തിരുസുതനോടെന്നെന്നും പ്രാർത്ഥിക്കണമേ തായേ, നീ എന്നെന്നും മൃത്യുവിൻ നേരത്തും.